ഹലോ ഗൈസ്, എല്ലാവർക്കും നോട്ടി പ്രൊഫസറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് 5 അടിപൊളി വെബ്സൈറ്റുകളെ അല്ലെങ്കിൽ യൂസ്ഫുൾ ആയിട്ടുള്ള നമ്മുടെ നിത്യജീവിതത്തിൽ നമുക്ക് ഉപകാരമായിട്ടുള്ള 5 വെബ്സൈറ്റുകളെ പരിചയപ്പെടുത്താൻ വേണ്ടിയാണ്. അപ്പോൾ ഈ വെബ്സൈറ്റുകളൊക്കെ നിങ്ങൾ ഉറപ്പായിട്ടും ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ഉറപ്പായിട്ട് ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ചുമ്മാ നമ്മുടെ ബ്രൗസറിൽ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കുക. നമുക്ക് നമ്മുടെ പല ആവശ്യങ്ങൾക്കും ഈ വെബ്സൈറ്റുകൾ ഉറപ്പായിട്ടും ഉപകാരപ്പെടും. ശരിക്കും പറഞ്ഞാൽ യൂട്യൂബിൽ നിന്ന് വീഡിയോ ഡൗൺലോഡ് ചെയ്യാൻ ഒരുപാട് വെബ്സൈറ്റ് ലഭ്യമാണ്. പക്ഷേ യൂട്യൂബിൻ്റെ ടേംസ് ഓഫ് യൂസ് അല്ലെങ്കിൽ അതിൻ്റെ പ്രൈവസി പോളിസിയിൽ യൂട്യൂബിൽ നിന്ന് വീഡിയോ ഡൗൺലോഡ് ചെയ്യുന്നത് പ്രൈവസി പോളിസിക്ക് എതിരാണ്. അതുകൊണ്ട് അങ്ങനെയുള്ള വെബ്സൈറ്റുകളൊന്നും നമുക്ക് പരിചയപ്പെടുത്താൻ സാധിക്കില്ല. അല്ലാതെയുള്ള നമുക്ക് ഒരുപാട് ഉപകാരം തരുന്ന 5 വെബ്സൈറ്റുകളാണ് ഞാൻ അതിനകത്ത് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഞാൻ ഈ 5 വെബ്സൈറ്റുകളും ഒരുപാട് ഉപയോഗിക്കുന്നതുമാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഒന്നാമത്തെ വെബ്സൈറ്റിൻ്റെ പേര് സ്നാപ്ഡ്രോപ്പ്. ഞാൻ വേറൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. കാരണം ഫയൽ ഷെയർ ചെയ്യാൻ വേണ്ടിയുള്ള ഒരു വെബ്സൈറ്റാണ് ഈ സ്നാപ്ഡ്രോപ്പ്. ഓൺലൈനായിട്ട് നമുക്ക് ഷെയർ ചെയ്യാം. ഈ ഒരു വെബ്സൈറ്റ് നമ്മൾ തുറന്നു കഴിഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ അതിൻ്റെ ഒരു ആപ്ലിക്കേഷനായിട്ട് അതിൻ്റെ ഹോം സ്ക്രീനിലോട്ട് ആഡ് ചെയ്യാം. സ്നാപ്ഡ്രോപ്പിൽ നമ്മൾ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളിങ്ങനെ നമ്മുടെ ഡിവൈസ് കാണിക്കും. പിന്നെ കുറേ ഇങ്ങനെ വൈഫൈയുടെ സിഗ്നൽ പോകണ പോലെ കുറേ സിഗ്നൽസ് കാണിക്കും. ആ സിഗ്നലിനകത്ത് ഇതേ വെബ്സൈറ്റ് വേറെ ഫോണുകളിൽ ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഫോണുകൾ ഇതിനകത്ത് കാണിക്കും. അപ്പോൾ നമുക്ക് ആ ഡിവൈസിൽ തൊട്ടുകൊണ്ട് നമ്മുടെ ഫോണിലുള്ള ഫയൽസൊക്കെ അങ്ങോട്ട് ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ ലോങ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നേരിട്ട് മെസ്സേജ് ചെയ്യാനും സാധിക്കും. അപ്പോൾ അതാണ് ഒന്നാമത്തെ വെബ്സൈറ്റ്. നിങ്ങൾക്ക് ഇപ്പോൾ അക്കൗണ്ടൊക്കെ റിമൂവ് ആയിപ്പോയ സാഹചര്യത്തിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഈ വെബ്സൈറ്റ് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. ഇനി അടുത്ത വെബ്സൈറ്റ് instasave.xyz. ഇൻസ്റ്റാഗ്രാം ഉപയോഗിക്കുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം. ഇൻസ്റ്റാഗ്രാമിൽ നിന്നും ഫോട്ടോസ് വീഡിയോസ് ഒന്നും നേരിട്ട് ഫോണിലേക്ക് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കില്ല. നമ്മളത് സേവ് ചെയ്ത് വെച്ച് കഴിഞ്ഞാലും നമ്മുടെ ഗാലറിയിലേക്കൊന്നും നമുക്ക് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കില്ല. അപ്പോൾ അങ്ങനെ ഒരു ഉപകാരത്തിന് വേണ്ടിയാണ് ഈ വെബ്സൈറ്റ് ഉള്ളത്, instasave.xyz. നമ്മൾ ഈ ആപ്ലിക്കേഷൻ കയറി സിമ്പിളായിട്ട് ഫോട്ടോയാണോ വീഡിയോ ആണോ ഏതാണ് വേണ്ടത് അതിൻ്റെ ലിങ്ക് പേസ്റ്റ് ചെയ്യുക, പ്രോസസ്സ് കൊടുക്കുക. അപ്പോൾ നമ്മൾ ലോഡ് ചെയ്ത് വരുമ്പോൾ താഴെ നോക്കുമ്പോൾ ഫോട്ടോ വരും. ആ ഫോട്ടോ സെലക്ട് ചെയ്യുമ്പോൾ അതിൻ്റെ ലിങ്കിലോട്ട് കയറും. എന്നിട്ട് ലോങ് പ്രസ് ചെയ്ത് ഡൗൺലോഡ് ചെയ്യാം. അപ്പോൾ വീഡിയോ ആയാലും ലോങ് പ്രസ് ചെയ്ത് ഡൗൺലോഡ് ചെയ്യാം. അപ്പോൾ ഇത്രേ ഉള്ളൂ ഈ വെബ്സൈറ്റ്. ഇത് നമുക്ക് ഒരുപാട് ഉപകാരം ഉണ്ടാക്കുന്നത് തന്നെയാണ്. ഇൻസ്റ്റാഗ്രാമിൽ നല്ല സെറ്റപ്പ് വീഡിയോസും ഫോട്ടോസൊക്കെ നമുക്ക് ഈ വെബ്സൈറ്റ് വഴി ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കും. അടുത്ത ഒരു വെബ്സൈറ്റാണ് remove.bg. ഏതെങ്കിലും ഒരു ഫോട്ടോയുടെ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു വെബ്സൈറ്റാണിത്. ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ യൂട്യൂബേഴ്സൊക്കെ ഉപയോഗിക്കുന്ന പലരും തുമ്പനയിൽ ഉണ്ടാക്കാൻ വേണ്ടിയൊക്കെ ഇത് യൂസ് ചെയ്യുന്നുണ്ട്. കാരണം അത്ര പെർഫെക്റ്റ് ആയിട്ടാണ് ഇതിനകത്ത് ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്ത് പോകുന്നത്. കാരണം നമ്മൾ എത്ര സൂം ചെയ്ത് നോക്കിയാലും കൃത്യമായിട്ട് അതിനകത്ത് ഓരോ എഡ്ജും കട്ട് ചെയ്ത് വളരെ വൃത്തിയായിട്ട് ഇതിനകത്ത് കട്ട് ചെയ്ത് കിട്ടും. അതാണ് remove.bg എന്ന വെബ്സൈറ്റ്. വളരെ ഉപകാരമുണ്ട്. നമുക്ക് ഏതൊരു കാര്യത്തിനായാലും ബാക്ക്ഗ്രൗണ്ട് റിമൂവ് നേരിട്ട് ഡൗൺലോഡ് ചെയ്തെടുക്കാം. അപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യണം. പിന്നീട് നമ്മൾ നോക്കിയാൽ അത് കാണുകയില്ല. അതുകൊണ്ട് അപ്ലോഡ് ചെയ്യുന്നു, അത് വരുന്ന അപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യാം. അതുപോലെ നമുക്ക് അതിനകത്ത് തന്നെ എഡിറ്റ് ചെയ്യാൻ സാധിക്കും. അതായത് വേറെ ബാക്ക്ഗ്രൗണ്ട് ആഡ് ചെയ്യാനും അതുപോലെ തന്നെ ഏതെങ്കിലും ഭാഗത്ത് ഇനിയും പോകാനുണ്ടെങ്കിലും അല്ലെങ്കിൽ പോയത് വീണ്ടും കുറച്ചും കൂടെ തിരിച്ചെടുക്കണമെന്നുണ്ടെങ്കിലും അതിനകത്ത് തന്നെ കുറച്ച് എഡിറ്റിങ്ങും ലഭ്യമാണ്. അതുകൊണ്ട് ഇത് വളരെ നല്ലൊരു വെബ്സൈറ്റാണ്. ഇനിയുള്ള വെബ്സൈറ്റാണ് അൺസ്ക്രീൻ. ഈ വെബ്സൈറ്റ് പലർക്കും പരിചിതമായിട്ടുണ്ടാവും. കാരണം വീഡിയോയുടെ ബാക്ക്ഗ്രൗണ്ട് മാറ്റാൻ, നമ്മളിപ്പോൾ ഫോട്ടോയുടെ ബാക്ക്ഗ്രൗണ്ട് മാറ്റി, ഇനി വീഡിയോയുടെ ബാക്ക്ഗ്രൗണ്ട് മാറ്റണമെങ്കിൽ ഈ ഒരു വെബ്സൈറ്റ് വളരെയധികം ഉപകരിക്കും. ശരിക്കും പറഞ്ഞാൽ ഞാനിത് വേറൊരാളിൽ നിന്നും കേട്ടതാണ് ഇങ്ങനെ ഒരു വെബ്സൈറ്റിൻ്റെ കാര്യം. ഉപയോഗിച്ച് നോക്കുമ്പോൾ ശരിയാണ്, ഈ remove.bg പോലെ തന്നെ പെർഫെക്റ്റ് ആയിട്ട് വീഡിയോയുടെ ബാക്ക്ഗ്രൗണ്ട് മാറ്റുന്നുണ്ട്. അതിനകത്ത് തന്നെ ഈ ആനിമേഷൻ അല്ലെങ്കിൽ GIS ആയിട്ടുള്ള ബാക്ക്ഗ്രൗണ്ട് കൊടുക്കാനും നമ്മുടെ ഫോണിൽ നിന്ന് ഫോട്ടോ കൊടുക്കാനും വീഡിയോ ബാക്ക്ഗ്രൗണ്ടിൽ ആഡ് ചെയ്യാനും ഫോട്ടോ ഒക്കെ നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് കട്ട് ചെയ്ത് അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിലേക്ക് വേറെ ഫോട്ടോസൊക്കെ ഈ വെബ്സൈറ്റിൽ നമുക്ക് ആഡ് ചെയ്യാം. പക്ഷെ ഞാൻ അത് ഉപയോഗിച്ച് നോക്കിയപ്പോൾ എന്നെ വളരെയധികം ഡിസപ്പോയിന്റ് ചെയ്തൊരു കാര്യം, ഒരു 5 സെക്കൻഡ് മാത്രമാണ് നമുക്ക് അതിലിങ്ങനെ ബാക്ക്ഗ്രൗണ്ട് ചേഞ്ച് ചെയ്യാൻ സാധിക്കും. അതായത് 5 സെക്കൻഡ് നീളമുള്ള ഒരു വീഡിയോയുടെ മാത്രമേ നമുക്ക് അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ചേഞ്ച് ചെയ്യാൻ സാധിക്കൂ. കുറച്ച് സമയവും എടുക്കും. അതാണ് ഒരു പ്രശ്നമെന്ന് പറയുന്നത്. പക്ഷേ അത് വളരെ ഉപകാരമുള്ള സാധനമാണ്. അതിൻ്റെ അൺസ്ക്രീൻ പ്രോ വരുന്നുണ്ട് എന്നവർ അതിൻ്റെ എഴുതിയിട്ടുണ്ട്. എപ്പോഴാണ് വരികയെന്ന് അറിയില്ല. അതായത് അൺലിമിറ്റഡ് ലെങ്ത് ഉള്ള വീഡിയോയുടെ ബാക്ക്ഗ്രൗണ്ട് മാറ്റാൻ അതിനകത്ത് സാധിക്കും. അത് വന്നു കഴിഞ്ഞാൽ ഒരുപാട് ഉപകാരമായിരിക്കും. അടുത്തൊരു വെബ്സൈറ്റാണ് cureka.com.
നിങ്ങൾ പലരും കേട്ടിട്ടുണ്ടാവും. കാരണം ക്യൂറേക്ക എന്ന് പറയുന്ന ഓൺലൈനായിട്ട് പൈസ ഉണ്ടാക്കാനുള്ളൊരു ആപ്ലിക്കേഷനാണ്. അങ്ങനെ ഒരു ആപ്ലിക്കേഷൻ ഉണ്ട് പ്ലേ സ്റ്റോറിൽ. അപ്പോൾ അതിൻ്റെ ഒരു വെബ്സൈറ്റ് രൂപമാണ് ഇത്. ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാതെ തന്നെ ഒരുപാട് ആപ്ലിക്കേഷൻ നമ്മുടെ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്യാതെ ഒരു വെബ്സൈറ്റ് ആയിട്ട് നമുക്ക് ഈ ഇത് കിട്ടുന്നുണ്ട്, cureka.com. ഇതിനകത്ത് കയറി കഴിഞ്ഞാൽ നമുക്ക് 2 തരത്തിലുള്ള പൈസയാണുള്ളത്. ഒന്ന് വിന്നിങ്സ് വാലറ്റും ഒന്ന് കോയിൻ വാലറ്റും. നമ്മൾ ഈ കോയിൻ വാലറ്റ് വെച്ച് ക്വിസിൽ പങ്കെടുക്കണം. ഇതിനകത്ത് മൊത്തം ക്വിസുകളാണ്. ടെക് ക്വിസ്, മാത്സ് ക്വിസ്, ജനറൽ നോളജ് ക്വിസ്, അങ്ങനെ പലതരത്തിലുള്ള ക്വിസുകൾ അവൈലബിൾ ആണ്. നമ്മൾ ഇതിലേക്ക് മണി അല്ലെങ്കിൽ കോയിൻ കൊടുത്ത് ജോയിൻ ചെയ്യാം. ജോയിൻ ചെയ്ത് കഴിഞ്ഞ് 90 സെക്കൻഡ് ഉണ്ട്, 25 ക്വസ്റ്റ്യൻ ഉണ്ട്. അപ്പോൾ എത്രയും വേഗം ഇതെല്ലാം കറക്റ്റ് ആൻസർ ചെയ്താൽ അതിൻ്റെ ആൻസർ ശരിയാണോ തെറ്റാണെന്ന് അപ്പം തന്നെ നമുക്ക് കാണിച്ചു തരും. ഒരു റൈറ്റ് ആൻസറിന് 20 പോയിന്റ്സ് ഉണ്ട്. അങ്ങനെ ഏറ്റവും കൂടുതൽ പോയിന്റ്സ് കിട്ടുന്നവരുടെ റാങ്ക് ഡിസ്ട്രിബ്യൂഷനും അതിനകത്ത് തന്നെ ഓരോ ക്വസ്റ്റിൻ്റെ കൂടെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ കിട്ടുകയാണെങ്കിൽ നമുക്ക് അതിനകത്തും പൈസ ഉണ്ടാക്കാനും നമ്മുടെ പേടിഎമ്മിലേക്കോ അല്ലെങ്കിൽ അക്കൗണ്ടിലേക്കോ വിഡ്രോ ചെയ്യാനും സാധിക്കും. അതുകൊണ്ട് നമ്മൾ വീട്ടിലിരിക്കുമ്പോൾ നമുക്ക് ക്വിസിൽ പങ്കെടുത്തുകൊണ്ട് പൈസ ഉണ്ടാക്കാൻ ഓൺലൈനായിട്ട് മണി ഉണ്ടാക്കാൻ വളരെ ഉപകാരമുള്ളൊരു ആപ്ലിക്കേഷനാണ് ഈ cureka.com എന്ന വെബ്സൈറ്റ്. അപ്പോൾ ഇത്രയുമായിരുന്നു ഞാൻ ഈ വീഡിയോയിൽ പറയാൻ ഉദ്ദേശിച്ചിരുന്നത്. 5 യൂസ്ഫുൾ ആയിട്ടുള്ള വെബ്സൈറ്റ്സ്. നിങ്ങൾക്ക് ഈ 5 വെബ്സൈറ്റുകളിൽ ഉപകാരമുള്ളത് ഉപയോഗിക്കാം. അപ്പോൾ ഇന്ന് ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഉറപ്പായിട്ടും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണം. പിന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വെബ്സൈറ്റ് ഏതാണ്, അല്ലെങ്കിൽ എന്തെങ്കിലും കൂടുതൽ അഭിപ്രായങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും കമൻറ്റിൽ എഴുതി അറിയിക്കണം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ, ഈ ചാനൽ ഇഷ്ടപ്പെട്ടാൽ, പിന്നെ എന്നെ ഇഷ്ടപ്പെട്ടാൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ അടുത്തൊരു അടിപൊളി വീഡിയോ വരുന്നതുവരേക്കും ബൈ.